നമുക്ക് കാബേജും കൊണ്ട് ബജ്ജി ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പം ഉണ്ടാക്കാം വീട്ടിൽ. വൈകുന്നേരത്തിന് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഓഫീസ് വിട്ട് വരുമ്പോഴൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ഞാൻ പറയാവേ. കാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണത്, സവോള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഒരെണ്ണം, ഒരു വെളുത്തുള്ളി, ഒത്തിരി വേണ്ടാട്ടോ, അതിനൊരു ചുവയായിരിക്കും, മഞ്ഞപ്പൊടി, ഉപ്പ്, കായപ്പൊടി. ഇനി കടലമാവ് വേണം, ശകലം എണ്ണ തിളപ്പിച്ച് ഈ കടലമാവിലേക്ക് ഒഴിച്ചും കൊടുക്കണം. ഇനി അത് ഞാൻ എടുത്തോണ്ട് വരാം. ഈ എടുത്ത സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഈ കാബേജിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു കൈ മൊബൈൽ പിടിച്ചാണ് എടുക്കുന്നത്, അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടി, കുറച്ച് കടലമാവ്. ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കണേ. അപ്പം നല്ലൊരു കളറൊക്കെ വരും ഇതിന്. ശകല എണ്ണ ചൂടാക്കിയിട്ട്, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതാണേലും മതി കേട്ടോ. എണ്ണ ചൂടായിട്ട് കടലമാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. അത് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കോ. ഇത് എളുപ്പം ഉണ്ടാക്കാം കേട്ടോ, നമുക്ക് വലിയ പാടൊന്നുമില്ല. ഇതിങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കണോണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇട്ട് കുഴച്ചു ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇത് തന്നെ റെസ്റ്റ് ചെയ്യാനും കൂടെ നമ്മൾ വെക്കണേ. അതിലേക്ക് ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടിയും കൂടെ കൂട്ടി ഒന്നോടെ ഇളക്കുക. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണേ. എന്നിട്ടിങ്ങനെ നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് നമ്മൾ ഈ ഇതിലേക്ക് ഇടുക. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ഇൻഗ്രീഡിയൻസിൽ എൻ്റെ അകത്തേക്ക് എല്ലാം കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴയ്ക്കണം. വെള്ളം ഒന്നും ഒട്ടും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോവും, പിന്നെ എണ്ണയൊക്കെ കുടിക്കും ധാരാളം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് ഇങ്ങനെ ഞെക്കി അങ്ങ് കുഴച്ചോണം. ഇതിനകത്ത് ഈ കാബേജിനകത്തും സവോളയ്ക്കകത്തൊക്കെ ചെറിയ ജലാംശമില്ലേ, അത് മതി ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ. ഇങ്ങനെ കുഴഞ്ഞു വരേണ്ടത്. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കുഴക്കണം കേട്ടോ, എന്നാലേ ഇതിങ്ങനെ ഉരുണ്ട് വരുള്ളൂ. ഇപ്പൊ കണ്ട ഉരുണ്ട് വന്നിട്ടില്ലേ, നമുക്ക് ഷേപ്പ് എടുക്കാൻ പറ്റും ഇതിന്. അപ്പം കുറച്ച് നേരം നമ്മളിങ്ങനെ പിന്നെ മിക്സ് ചെയ്യണം ഈ സാധനം. അത് തന്നെയല്ല, ഇനി എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കണം. എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റ്. ഇതിനകത്ത് മല്ലിയിലയൊക്കെ ചേർക്കാം കേട്ടോ. മല്ലിയില ടേസ്റ്റ് നിങ്ങൾക്കിടെ ഇഷ്ടമുള്ള ടേസ്റ്റ് അനുസരിച്ച് ഓരോ സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കാം. ഈ മുളക് ഇടിച്ചത് അങ്ങനെ ചേർക്കാം, മുളക് പൊടിക്ക് പകരം. പിന്നെ എരിവ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ എല്ലാം ചേർക്കാം. ഇത് നല്ല ടേസ്റ്റാട്ടോ. പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു സാധനമാണ്. നമുക്കിതുണ്ട് ഉരുണ്ട് വേണം. ഇത് കുറേ നേരം നമ്മളിങ്ങനെ ചപ്പാത്തിയുടെ ഇത് പരത്തും പോലെ പരത്തണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുള്ളൂ. ഇതുണ്ട് ഉരുണ്ട് വരും. ഇനി കുറച്ച് നേരം വെച്ചേക്കണം. നമുക്ക് ഈ രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒരു അരമുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കണ കാണിച്ചു തരാം. എണ്ണ അടപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ നമ്മുടെ കാബേജിൻ്റെ ഇത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിം മതി കേട്ടോ. ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിൽ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ടാണെങ്കിൽ ഇത് വിട്ടു പോരാൻ എളുപ്പമുണ്ട് കയ്യേന്ന്.
ഇതെല്ലാം നമ്മളൊന്ന് മറിച്ചിടണേ. എളുപ്പം ഉണ്ടാക്കാം, വീട്ടിലുണ്ടാക്കാവുന്ന എളുപ്പമുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, അടിപൊളിയാ. അപ്പം നന്നായിട്ട് മൊരിഞ്ഞു. ഇതിന് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കട്ടെ കേട്ടോ. ഞാൻ എണ്ണയിലിട്ടു, ഞാൻ ഇച്ചിരി പരത്തിയിട്ടു. അപ്പം ഇതെല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് കാബേജും കൊണ്ട് ബജി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല എന്നാ പറയണേ, ഒരു ബജിയുടെ ടേസ്റ്റ് തന്നെ. നല്ല രസമാണ് കഴിക്കാൻ. ഒന്ന് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കി. ഇതാ ഞാൻ ഉണ്ടാക്കിയത്. വേണ്ട, അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സാധനമാണ്, ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നല്ലതാണ്. ഒത്തിരി എണ്ണയൊന്നും ആവില്ല.